പറയുന്നുണ്ട്. ആക്ഷേപിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച 16 ലിങ്കുകൾ പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചേർത്ത് പോലീസ് ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിനു ശേഷം ആ പടത്തിനെ കുറിച്ചിട്ട് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്കും, ജനങ്ങൾക്കും. ജനങ്ങളെ സംശയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്നതാണ്. ലാൽ 7 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ലാലിനെ സംശയിക്കാനായിട്ട് യാതൊരുവിധ ചാൻസും ഇതിനകത്തില്ല. ജനങ്ങൾ സംശയിക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇപ്പൊ ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പേര് ലാലിന്റെ പേരായിരിക്കും. കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നതും വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് വിടുന്നതും എല്ലാം അവർക്കെതിരെയും കേസെടുക്കുന്ന ഒരു കാര്യം തന്നെ. അതായത് അതിജീവിതയുടെ പേര് അതിനകത്ത് രേഖപ്പെടുത്തി എന്നുള്ളൊരു കാര്യം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ചിലപ്പോൾ എനിക്കും ഇതിന്റെ ഭാഗമായിട്ട് കേസ് വന്നേക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ ആസ് എ വ്യൂവർ അല്ലെ ആസ് എ പേഴ്സൺ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറയും. ഇതിനകത്ത് വ്യക്തമായ തെളിവ് വീഡിയോ സഹിതമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ആൾക്കാർ എവിടൊക്കെയാണ് കാല് മാറിയിട്ടുള്ളത് സഹിതം ഞാൻ ഈ വീഡിയോ കാണിച്ചില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് കൺവിൻസ് ആവുന്നത് വ്യക്തമായിട്ട് എന്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലായി കഴിഞ്ഞ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഷെയർ ചെയ്തെടുത്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുക. അതായത് ഒരു 7 വർഷം മുമ്പ് ഇവരൊക്കെ സംസാരിച്ച പോലെയല്ല, അല്ലെങ്കിൽ ഒരു 8 വർഷം മുമ്പ് സംസാരിച്ച പോലെയല്ല ഇവർ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്നു മുതൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരെയോ അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എല്ലാം കേസ് വരുന്നുണ്ട്. അത് ഇനി അതിജീവിതയുടെ പേര് പറഞ്ഞൊരു വീഡിയോ ഉള്ളത് കൊണ്ടാണോ അതോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു വ്യക്തി സംസാരിച്ചത് കൊണ്ടാണോ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യാനും അതിനെ വെച്ച് സംസാരിക്കുന്ന ആൾക്കാർക്കും എതിരെ തിരിഞ്ഞിപ്പോൾ നിൽക്കുന്നത്? കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യം ഈ കേസുമായിട്ട് ഇന്ന് വന്നിട്ടുള്ള കേസുണ്ടല്ലോ, ആ കേസ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഇത് ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയ അതിജീവിത കോടതി ശിക്ഷിച്ച മാർട്ടിൻ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിൽ അടക്കം പരാതി പറയുന്നുണ്ട്. ആക്ഷേപിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച 16 ലിങ്കുകൾ പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചേർത്ത് പോലീസ് ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. വിചാരണ കോടതി വിധിക്ക് പിറകെ സമൂഹ മാധ്യമങ്ങളിലൂടെ ദിലീപ് അനുകൂലികൾ രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നുവെന്നാണ് അതിജീവിത മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചത്. കേസിൽ 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ച 2ാം പ്രതി മാർട്ടിന്റെ വീഡിയോ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. വീഡിയോയിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയത് അതിജീവിത അടക്കമുള്ളവരാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും മാർട്ടിൻ ആരോപിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അടക്കം ഹാജരാക്കിയാണ് ഇന്ന് അതിജീവിത നേരിട്ട് എറണാകുളം പോലീസിൽ പരാതി നൽകിയത്. വീഡിയോ പങ്കുവച്ചവരുടെയും അധിക്ഷേപകരമായ വീഡിയോ പ്രചരിപ്പിച്ചവരുടെയും 16 ഐഡികളും പരാതിയോടൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. പരാതിയിൽ ശക്തമായ നടപടിയെടുക്കാനാണ് മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയത്. ഓക്കെ, അപ്പം അതിജീവിതക്കെതിരെ സംസാരിച്ചവരെല്ലാം ദിലീപിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കേസ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അതിജീവിതക്കെതിരെ സംസാരിച്ചിട്ടില്ല. അതിജീവിതക്കെതിരെ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ട്രാജഡി ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്കെതിരെ നമുക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ അല്ലെങ്കിൽ കുറച്ചധികം വ്യക്തികൾ വീഡിയോ ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ്? കോടതി വിധിയെ മാനിച്ചുകൊണ്ട് കോടതി വിധിയിൽ കൃത്യമായിട്ട് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് കേസിൽ പ്രതിയല്ല എന്ന് വിധി വന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും കോടതിക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടില്ല, ആ വിധിക്കെതിരെ സംസാരിച്ചിട്ടില്ല. കോടതി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയേണ്ട ആവശ്യം ഇതിനകത്തില്ല. എന്നാൽ കോടതി വിധിയെ മാനിക്കാതെ ഇപ്പോഴും കിടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ എന്താ കേസ് കൊടുക്കാത്തത്? അല്ലെങ്കിൽ അതിനെന്താ സ്വമേധയായി കേസെടുക്കാൻ കഴിയാത്ത കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ അതിജീവിതയുടെ പേരും കാര്യങ്ങളും പ്രചരിപ്പിച്ചു എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു കേസിന്റെ വിധി വന്നതിന് ശേഷം ഈ പറയുന്ന ഇരയാക്കപ്പെട്ട പെൺകുട്ടി തന്നെ ഒരു ലൈവിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതുപോട്ടെ, അതും നമ്മളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ഭാഗ്യലക്ഷ്മി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഇരയാക്കപ്പെട്ട പെൺകുട്ടി എന്ന് പറയുന്ന ആളുടെ പേര്, അവരുടെ ഫോട്ടോ സഹിതം വെച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു കേസ് കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരയുടെ പേര് റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ വീഡിയോ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യം ഈ ഫോട്ടോ ആരൊക്കെ ഇട്ടിട്ടുണ്ട് അവരുടെ അടുത്ത് നിന്നെല്ലാം മാറ്റാനായിട്ട് പറയണ്ടേ? ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തി തന്നെ ഈ ഫോട്ടോ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്, ഇതിനെപ്പറ്റി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കൂടെ നിൽക്കുന്ന വ്യക്തി എന്താണെന്നറിയോ? ആദ്യമേ കാലുവാരിയ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ സംഭവം ഞാൻ നിങ്ങൾക്ക് വീഡിയോ സഹിതം ആദ്യം കാണിച്ചു, എന്നാലേ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ആദ്യം സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അവിടെ നിന്ന് നമുക്ക് ബാക്കിലേക്ക് സഞ്ചരിക്കാം. അതായിരിക്കും കൂടുതൽ എളുപ്പമായിട്ട് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ
ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല. ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ. അതായത് ഇപ്പോഴും ദിലീപിനെതിരെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ കംപ്ലീറ്റ്ലി എതിരായിട്ട് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഇവര് ഫെഫ്കെന്നൊക്കെ രാജിവെക്കുന്നു. ആ രാജി കൃത്യമായിട്ട് അത് അംഗീകരിക്കുന്നു. അങ്ങനെ എല്ലാം നമ്മൾ ന്യൂസുകളും കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതേ വ്യക്തി രാമലീല എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് രാമലീലയിലെ ദിലീപിന്റെ അമ്മയായിട്ടുള്ള വ്യക്തിക്ക് ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ നിൽക്കുന്ന സമയത്ത് ഈ കേസിൽ നിന്ന് പോയി 10-90 ദിവസം കിടന്നതിന് ശേഷം ഇറങ്ങി വന്നതാ. അപ്പോഴത്തേക്ക് നീ നിന്നതാ. നോക്ക്, രാമലീല റിലീസ് വന്നപ്പോൾ മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം കാണും, ഒരു വിഭാഗം കാണില്ല. എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും കാണാതിരുന്നിട്ടില്ല. ചിലർ ഏതെങ്കിലും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മുടെ ടി വിയിൽ കയറിയിരുന്ന ആരൊക്കെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഇത് കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം, ഭാഗ്യലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ടൊന്ന് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനൊന്നും അവരൊന്നും പറയാൻ പാടില്ല. ഒന്നില്ല അഭിപ്രായം പറയാതെ മാറിയിരിക്കണം. എന്തിനാണ് അവിടെ പോയിരുന്നുണ്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആ കേസിന് ഡബ് ചെയ്ത് കൊടുത്ത് ഇതേ ഭാഗ്യലക്ഷ്മി തന്നെയാണ് നാളെ ഇറങ്ങാൻ പോകുന്ന ബബ്ബ സിനിമ കാണത്തില്ല, അത് മോഹൻലാലിന്റെ അടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതിനകത്ത് ബാക്കി ആൾക്കാർ എങ്ങനെയാണ് ഇവനെ വെച്ച് സിനിമ ആണെന്ന് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ കാണിക്കുന്നത്. ഇതേ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ സിനിമയ്ക്ക് പോയി ഡബ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഇതൊന്നും കണ്ടില്ലായിരുന്നോ? എന്നാൽ ഇതേ വ്യക്തിയുടെ തന്നെ പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഒരു പഴയ ഇന്റർവ്യൂവിന്റെ പോർഷൻ ഞാനത് കാണിച്ചു തരാം. ഈ പെൺകുട്ടി തന്നെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, എൻ്റെ ആ പടം കട്ട് ചെയ്തു, എൻ്റെ ഈ പടം കട്ട് ചെയ്തു എന്നൊക്കെ വളരെ വളരെ ദയനീയമായിട്ടും വളരെ ദേഷ്യത്തിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടിപ്പോൾ ചിലർക്ക് അങ്ങനെ ദേഷ്യം, അവർ പറഞ്ഞിട്ടാണ് എൻ്റെ കുടുംബത്തിൽ വിള്ളലുണ്ടായത് എന്ന് മനുഷ്യ സഹജമായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതൊരു ക്രൂരതയിലേക്ക് പോകും എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമാ മേഖലയിലുള്ള മനസ്സിലായോ? ഇതൊരു ക്രൂരതയിലേക്ക് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അവർ അന്ന് പറഞ്ഞു. അപ്പൊ ഈ കാല് മാറിയവരുടെ കൂട്ടത്തിൽ ഇവരെ കൂടെ കയറ്റി നിർത്തണം. ഇവരും കാല് മാറിയിട്ടുണ്ട്. ഇവർ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ പറയുന്നുണ്ട് ആദർശ മാറിയിട്ടുണ്ട്, സിദ്ദിഖ് മാറിയിട്ടുണ്ട്, അങ്ങനെ കുറച്ചധികം വ്യക്തികളുടെ പേരുണ്ട്. ഇവരെല്ലാം കൂറുമാറി എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ കൂറുമാറിയ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മറുകണ്ഠം ചാടിയത് പോലും ഇതുപോലെ അപ്പുറത്തോട്ട് മറുകണ്ഠം ചാടിയ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എന്തായിരുന്നു എന്റെ മോട്ടീവ് എന്താണ്? ഈ ഇത്തരത്തിൽ കാല് മാറാനായിട്ട് ഇടേണ്ട ഒരു മോട്ടീവ് എന്താണ്? ഇനി ലാല് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ലാൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 7 വർഷം മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂടെ ഒരു ഭാഗമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ, അതിനകത്ത് നമുക്ക് അഭിപ്രായമില്ല. എനിക്ക് തോന്നുന്നു അന്ന് പെട്ടെന്നുള്ളൊരു ആവേശത്തിനെടുത്ത ദിലീപിനെ പുറത്താക്കിയതും ഒരു ശരിയായിട്ടുള്ള തീരുമാനമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തിരിച്ചെടുത്തതും അതേപോലെ തന്നെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഒരു ഒച്ചപ്പാടിന് വഴിതെളിച്ചത്. അപ്പൊ ഇതൊരു എടുത്ത തീരുമാനമാണ് എന്ന് മനസ്സിലായതിനു ശേഷമാണല്ലോ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഇടയുണ്ടായ ഒരു സാഹചര്യം. അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ A to Z കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ലാല്. ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇതെല്ലാം കണ്ടൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർട്ടിൻ അവന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഈ ലാലിന്റെ ഡ്രൈവർ ആയിരുന്നു. ലാലിന്റെ ഡ്രൈവർ ഈ പറയുന്ന ഇരയാക്കപ്പെട്ട വ്യക്തിയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇതിനകത്ത് അവരുടെ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാ വരുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഈ കാണുന്ന വ്യൂവർ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടായെന്നുള്ളൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതേ മാർട്ടിൻ എന്ന് പറയുന്നൊരു വ്യക്തി ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ മാത്രമല്ല, ഏതാണ്ട് 7 വർഷം മുമ്പ് ഇതേ കാര്യം കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഇപ്പൊ എടുത്തോ ചാരും ചർച്ച ചെയ്യുന്നതിൽ ആരും എടുത്ത് കാണിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞ കാര്യമല്ല, കേസിന് വിധി വന്നതിന് ശേഷം പറഞ്ഞ കാര്യമല്ല, കേസിന് വിധി വരുന്നതിന് മുമ്പ് കേസിന് പിടിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ്. ലാലും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരിക്കൽ കെണിയത്. എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ലാലും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യറും രമ്യ നമ്പീശനും നിരപരാധിയായി എന്നെ ഉൾപ്പെടെ പലരെയും ചതിച്ചതിന് പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ വാങ്ങിച്ച ഫ്ലാറ്റ്, പിന്നെ ഒടിയൻ സിനിമയിൽ കിട്ടിയ ചാൻസ്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയെ പൂർണ്ണ വിശ്വാസം യഥാർത്ഥ സത്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഒരു വീഡിയോക്കകത്ത് ഇച്ചിരി കൂടെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും. അപ്പൊ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും പ്രചരിപ്പിച്ച കാര്യങ്ങൾക്കാണ് കുറ്റമെന്നുണ്ടെങ്കിൽ ഈ കൂടെ നിന്നിട്ടുള്ള വ്യക്തികൾ സഹിതം ഫോട്ടോയും പേരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് റിമൂവ് ചെയ്യണം. അപ്പം കൃത്യമായിട്ടുള്ള മോട്ടീവ് എന്താണെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനിയിപ്പം അവരുടെ താല്പര്യം അതാണ്. ഇനി കോടതി വിധി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് പോട്ടെ. അപ്പൊ അതുപോലെ റിമൂവ് ചെയ്യുമ്പോൾ കോടതി വിധിയെ മാനിക്കാതെ ഇപ്പോഴും കോടതി വിധി വന്നിരിക്കുന്നത് തെറ്റാണ്, കോടതി വിധി അങ്ങനെയല്ല വരേണ്ടത് എന്ന് വിശ്വസിച്ച് എന്ന് ചിന്തിച്ച് അതേ രീതിയിൽ തന്നെ സ്റ്റേറ്റ്മെന്റുകൾ പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ള പല വ്യക്തികളും ഉണ്ട്. അതും നിയമലംഘനമാണ്. ആ നിയമലംഘനം കാണിച്ചവരെയും കൂടി ഇതിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുക തന്നെ വേണം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ലാൽ ഇതിനെപ്പറ്റി സംസാരിച്ചൊരു കാര്യമുണ്ട്. അതാണ് സത്യം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ലാലിലേക്ക് തിരിയാനിടയുണ്ടായ സാഹചര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്റെ അടുത്തേക്കാണ് അവൾ ഓടി വന്നിരിക്കുന്നത്. ഞാനാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് വരുന്നു എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ ജനം അത്യാവശ്യം ഒന്ന് ചിന്തിക്കും. എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നു പല പത്രങ്ങളിലും ലാലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്കും ജനങ്ങൾക്കും. അതെ, എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണെന്ന് ലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പം മറ്റൊരു വ്യക്തിയുടെ വീഡിയോ വന്നപ്പോഴത്തേക്കിന് അതിനകത്ത് പറയുന്നത് ലാലായിട്ടാണ് ഈ ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടതെന്ന്. അപ്പൊ ഇവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ വരും? സ്വാഭാവികമല്ലേ, കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ, കാണുന്ന ജനങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നത്തില്ലേ? അതേ ഡൗട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ജനങ്ങളെ സംശയിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്നതാണ്. നമ്മളെ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച് സന്തോഷത്തോടെ ഞങ്ങള് ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത് ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകില് ലാലായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പുറകില് ആൻഡോ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾക്ക് ശത്രുതയുള്ള ഒരാളുടെ പേര് ഒന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു. പിന്നെ എല്ലാവരും അതിന്റെ പുറകെ കഥകളുമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അതൊക്കെ തെളിയിക്കപ്പെടുക. സത്യമായ കാര്യം ഇത് തന്നെയാണോ സിനിമാ നടൻ ദിലീപിന് സംഭവിച്ചിരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കെ. ലാൽ ഇവിടെ പറയുന്നു ഈ പൾസർ സുനി ആരെ ചൂണ്ടിക്കാണിച്ച് ഇവനകത്ത് പ്രതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പൊക്കിക്കൊള്ളുന്ന സിറ്റുവേഷൻ ആണെന്ന്. അപ്പൊ അതേ സിറ്റുവേഷനാണ് ഈ സിനിമാ നടൻ ദിലീപിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അതിൽ ഇതൊരു കാരണമായി വന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കേ. വ്യക്തമായിട്ട് ലാല് പറയുന്നുണ്ട്. എന്നൊക്കെ പറയുന്നത് പിന്നീടുള്ള കാര്യമാണ്. നമ്മൾ ഒന്നും ആയിരുന്നില്ല, നമുക്ക് ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെ തെളിയിക്കാൻ പറ്റുമായിരിക്കും. ഉറപ്പായിട്ടും തെളിയിക്കാൻ പറ്റും. കാരണം തെളിവുകൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറ്റും. പക്ഷെ ആ തെളിവുകൾ ഉണ്ടാക്കാനോ? തെളിവുകൾ ഉണ്ടാക്കുമല്ലോ. തെളിവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുമല്ലേ. നല്ല കാര്യത്തിനാണെങ്കിൽ തെളിവുകൾ ഉണ്ടാവുക, ചീത്ത കാര്യത്തിനാണെങ്കിൽ തെളിവുകൾ ഉണ്ടാക്കുക. അങ്ങനെയായിരിക്കും വരുന്നത്. അത് തെളിയിക്കപ്പെടുന്നവരുള്ളൊരു സമയം എന്ന് പറയുന്നത് അത് ഭീകരമായിരിക്കും. നമ്മുടെ ജീവിതം താറുമാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. അപ്പൊ ഈ ഊഹോപോഹ കഥകള് ഉണ്ടാക്കുമ്പോൾ അത് ഒരുപാട് പേരെ ഭീകരമായിട്ട് ബാധിക്കുന്നു എന്ന് എല്ലാവരും. അതെ, ഊഹാപോഹ കഥകൾ ഉണ്ടാക്കുമ്പം പലർക്കും പല കാര്യങ്ങളും ഭയങ്കര ഭീകരമായിട്ടാണ് ഉണ്ടാവുന്നത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇതേ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ആ വീട്ടിൽ വന്നതിന് ശേഷം ഇവനും ഇതിനകത്ത് പ്രതിയാണെന്ന് എനിക്ക് തോന്നി, നടന്നു പോയവനെ ഞങ്ങൾ ഓട്ടിച്ചിട്ട് പിടിച്ചു എന്നൊക്കെയാണ് ലാൽ അന്ന് പറഞ്ഞിരുന്നത്. ഡ്രൈവറായിട്ട് നിന്നവനെ ഞങ്ങൾ ഓട്ടിച്ചിട്ട് പിടിച്ചു, ഇവരെല്ലാം കൂടെ ചേർന്ന് ഗൂഢാലോചനയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് സംസാരിച്ചത് ഇതേ വ്യക്തി തന്നെ ആദ്യം. ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ ഈ ന്യൂസിനകത്ത് തന്നെ നമ്മൾ ഈ സംഭവങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അവസാനം ഈ പിടിച്ച് ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിനകത്ത് പ്രതിയല്ല എന്ന് കണ്ടപ്പോഴത്തേക്കിന് ആ ഒരു പറഞ്ഞ പല കാര്യങ്ങൾക്കും ഇച്ചിരി മയത്തിലൂടെ മയം വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. നമുക്കിതൊക്കെ തോന്നുന്ന വ്യക്തികൾ സാമാന്യം തോന്നാറുള്ള ഡൗട്ടുകൾ മാത്രമാണ്. ആ ഡൗട്ടുകൾ മാത്രമാണ് നമ്മളെ വീഡിയോയ്ക്കകത്ത് പ്രോപ്പറായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ട് അതിജീവിതയുടെ പേരോ ഇല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോയോ കാര്യങ്ങളൊന്നും നമ്മൾ പ്രചരിപ്പിക്കുന്നില്ല. പക്ഷെ നമുക്ക് ആസ് എ വ്യൂവർ എന്ന രീതിയിൽ തോന്നുന്ന ഡൗട്ടുകളും കാണുന്ന കാര്യങ്ങളും പലതും ഇപ്പൊ ഈ കേസുമായിട്ട് ആൾക്കാർ എങ്ങനെയാണോ ചിന്തിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കാൻ ഇടയുണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ക്രിയേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ അതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സാ. നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആവുന്നില്ല. മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു മാച്ചും ഇല്ല, അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കാണുന്ന വ്യക്തികൾ എന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഡൗട്ട് വരാം. കാരണം കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് കേരളത്തിലെ 90% ജനങ്ങളും ദിലീപ് ഇതിനകത്ത് പ്രതിയാണ് എന്ന് വിശ്വസിച്ച് ദിലീപ് ഇതിനകത്ത് പ്രതിയാണ് എന്ന് മാത്രം വിചാരിച്ച് ദിലീപിനെ ഒരറ്റത്തേക്ക് മാറ്റി നിർത്തിയതാ. അപ്പൊ അവിടെ നിന്നും പല വ്യക്തികളും മാറി ചിന്തിക്കുമ്പം ആ മാറി ചിന്തിക്കാൻ ഇടയുണ്ടായ സാഹചര്യങ്ങൾ ഈ ഒരു കോടതി വന്നതിന് ശേഷം പഴയ വീഡിയോസ് കുത്തിപ്പൊക്കി പുതിയ വീഡിയോസ് കുത്തിപ്പൊക്കി നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം മിസ്മാച്ച് വരുന്നു. ആ മിസ്മാച്ച് വരുമ്പോഴത്തേന് ആൾക്കാരെടുത്ത് വെച്ച് സംസാരിക്കും ഇതിനായിട്ട്. അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ട് അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് അല്ലെ അങ്ങനെ സംസാരിക്കുന്നവരെല്ലാം ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ എതിരായിട്ട് കൂടെ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടല്ല സംസാരിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ്. പക്ഷെ
ആ ഗൂഢാലോചന നടന്നത് ദിലീപാണ് എന്ന് മാത്രം കോർണർ ചെയ്ത് സംസാരിക്കാതെ ആ ഗൂഢാലോചന എങ്ങനെയാണ് നടന്നതെന്ന് ആദ്യം മുതലേ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് ആ ഗൂഢാലോചന നടത്തിയ ആളുടെ അടുത്തേക്ക് എത്തുക, വ്യക്തിയിലേക്ക് എത്തുക. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അത്രേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ജനപ്രിയ നടനാണ് അതുകൊണ്ട് അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ജനപ്രിയ നടനെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം, അങ്ങനെ ഒന്നുമില്ല. വ്യക്തമായ സത്യങ്ങൾ സഹിതം ഇതിനകത്ത് നീതിന്യായം പ്രോപ്പറായിട്ട് എടുക്കുക, കോടതി വിധിയെ മാനിക്കുക, കോടതി വിധിയെ മാനിച്ച് സംസാരിക്കുക. ഇതിനകത്ത് വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെ ഇതിനകത്ത് പ്രതി ആരാ, ഗൂഢാലോചന നടത്തിയ ആ ഒരു പ്രതി ആരാ, അയാളെ വ്യക്തമായിട്ട് ഇതിനകത്ത് കണ്ടുപിടിക്കുക. അല്ലാതെ കള്ള തെളിവുകൾ ഉണ്ടാക്കി മറ്റൊരു വ്യക്തിയുടെ പേരിലേക്ക് ഒരു കേസ് അടിച്ച് തീർക്കുമ്പോഴത്തേക്കിന് യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ ഇതിനെ ഗൂഢാലോചന നടത്തിയ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഭാഗത്ത് മാറിയിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഒരു ചിരി നമ്മളെപ്പോലുള്ളവർ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സത്യം എവിടെയാണുള്ളത് ആ സത്യം കൃത്യമായിട്ട് തെളിയിക്കുക. ആ തെളിയിക്കേണ്ട കാര്യത്തിന് നമ്മളും കൂടെ തന്നെ കാണും. അല്ലാതെ വേറെ നമ്മൾ മാറിപ്പോകുന്ന പരിപാടിയൊന്നും ഇതിനകത്തില്ല.